Good evening, Miss. Good evening, all. Good evening, Miss. Okay. എടുത്തോ എല്ലാവരും മലയാളം ടെക്സ്റ്റ് എടുത്തോ? ഓക്കെ. വിൽക്കാനുണ്ട് രോഗങ്ങൾ അല്ലേ? 12ാമത്തെ പാഠം അത് കഴിഞ്ഞില്ലേ? നമുക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ. പാഠം എല്ലാവരും വീട്ടിൽ നിന്ന് വായിച്ചു നോക്കിയോ? എത്ര പേര് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് വായിച്ചു? സായി കൃഷ്ണ. ഏഞ്ചലിന്റെ കൈ മാത്രമല്ലേ ഉള്ളൂ. ഏഞ്ചലിന്റെ മുഖം എവിടെ? ഏഞ്ചൽ ഓക്കെ. പ്രൊഫേസർ ക്ലാസ് തീരാനാകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ പാഠം തീർന്നു. ഇനി അതിൻ്റെ അഭ്യാസമല്ലേ ചെയ്യണ്ടേ? അത് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് വായിക്കാം അല്ലേ? പദങ്ങളുടെ അർത്ഥം നോക്കിയേ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്. കൊടിയ ശത്രു. എന്താ കൊടിയ ശത്രു എന്ന് പറഞ്ഞാൽ? വലിയ ശത്രു അല്ലേ? ഉഗ്രനായ ശത്രു എന്ന് പറയും അല്ലേ? ഭീകരം, ഭയമുണ്ടാക്കുന്നത് അല്ലേ? ഭീകരമായത് പറഞ്ഞാൽ നമ്മളെ പേടിപ്പെടുത്തുന്ന, ഭയം ഉണ്ടാക്കുന്ന. സുഷിരം, ദ്വാരം. ഈർപ്പം, നനവ്. എന്തിനും പോന്ന, എന്തിനും മതിയായ. ഇത് എഴുതാനും പറയാനും 2 തരത്തിൽ പഠിക്കണം. ചോദിച്ചാൽ പറയാനും പറ്റണം, എഴുതാനും പഠിക്കണം. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ. വിപരീതം. വിപരീത പദമാണ്. ശത്രു. ഇതൊക്കെ ചെറിയ ക്ലാസ്സിനേ പഠിക്കുന്നതാണ് അല്ലേ? ശത്രു, മിത്രം. റിഹാന്റെ യൂണിഫോം എവിടെ? യൂണിഫോം ഇട്ടിട്ട് റിഹാൻ. വലിപ്പം, ചെറുപ്പം. ആകർഷണം, വികർഷണം. ഈ പര്യായം. പര്യായം പറഞ്ഞേ. കൊതുകിന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാ ഇവിടെ കൊടുത്തിരിക്കുന്നത്? എന്താ? മശം, മശകം അല്ലേ? പറയുമ്പോ എന്തോ തോന്നുന്നുണ്ടോ? മശം, മശകം അല്ലേ? ഒരു സുഖമില്ല അല്ലേ? രക്തം, എന്താ അതുലേ? ഇതൊന്നും ബാധകമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നേ. എന്താ രക്തത്തിന്റെ പര്യായപദങ്ങൾ പറഞ്ഞേ? നീളോ, രുദരോ, നിണം, നിണം, രുധിരം. എന്താ? രുധിരം. ഏബല് കേറിയിട്ടില്ലല്ലോ. നെക്സ്റ്റ്. ശരീരം. മേനി, കായം, ഗാത്രം അല്ലേ? പല്ലി, ദന്തം, രഥം, രഥനം. റിഹാൻ വീഡിയോ ഓൺ ചെയ്. ഒരു കോട്ട് എടുത്തിടാൻ ഇത്രയും ടൈം വേണോ? പിരിച്ചെഴുതാം. വാതിലടച്ച്. അതെങ്ങനെയാ പിരിച്ചെഴുതാം? അടച്ച് അല്ലേ? വാതിൽ അടച്ച്. അവിടെ നിന്നാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. കുത്തിക്കൊല്ലുന്ന. കൊല്ലുന്ന. ഇവിടെ കുത്തിക്കൊല്ലുന്ന എന്ന് പറയുമ്പം അവിടെ കാ ഇരട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ കാ ഇരട്ടിക്കാൻ പാടില്ല അല്ലേ? കുത്തി കൊല്ലുന്ന. നെന്മണി.
നെൻ പ്ലസ് മണി. ആ നായും മായും കൂടി ചേർന്ന അക്ഷരം മാറി നെൽ പ്ലസ് മണിയാവും. മനസ്സിലായോ? നെല്ലിന്റെ മണിയാണ് നെന്മണി. നെൻ പ്ലസ് മണിയല്ല, നെൽ പ്ലസ് മണി, നെല്ലിന്റെ മണിയാണ്. രോഗാണു രോഗ പ്ലസ് അണു, അണുവാണ് കേട്ടോ, രോഗാണു. ഇനി അടുത്ത് നോക്കിയേ, ശരിയായ പദം കണ്ടെത്താനാണ്. സന്ധ്യ, സന്ധ്യ. അതിലേത് സന്ധ്യയാണ് ശരിയായത്? ആദ്യത്തെ ആണോ? ഫസ്റ്റ് വൺ. ജോയൽ ഏതാ? ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കൂ. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ പറയുന്നുണ്ട്. ഏതാ ജോയലെ? ഫസ്റ്റ് വൺ. ഓക്കെ, ഫസ്റ്റ്. ശാസ്ത്രജ്ഞൻ, ശാസ്ത്രജ്ഞൻ രണ്ടും ഉച്ചാരണം ഒരുപോലെ തന്നെയാണ്. അതിൽ ഏത് ശാസ്ത്രജ്ഞനാ ശരി? റിഹാൻ, എന്തിനാ ഈ വീഡിയോ ഓൺ ചെയ്തോണ്ടിരിക്കുന്നേ? നീ കൈ അവിടത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ താൻ എന്നെ ഓഫ് ആവുന്നതാണോ? ശാസ്ത്രജ്ഞൻ ഫസ്റ്റ് വൺ അല്ലേ? ഫസ്റ്റ് ശാസ്ത്രജ്ഞൻ. അതെന്താ ഗ്രേസേ അവിടെ നിന്റെ ഫ്രണ്ടിൽ കാണുന്ന സാധനം മുളുസേ? ആ, ഘടകം, ഘടകം. ഏത് ഘടകമാ? ഫസ്റ്റ് വൺ തന്നെയാണ് അല്ലേ? ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. കൊതുക് സന്ധ്യ, ഒന്നാമത്തെ സന്ധ്യ ആരാ പറയുന്നേ? റിഹാനാണോ? എഴുതിയോ റിഹാൻ? എല്ലാം ഫസ്റ്റ് വൺ തന്നെ. കൊതുക് രക്തം കുടിക്കുന്നത് എങ്ങനെയാ കൊതുക് രക്തം കുടിക്കുന്നേ? വലിയൊരു സിറിഞ്ച് ഉപയോഗിച്ച് ജന്തുവിന്റെ തൊലിപ്പുറമേ ചെറിയൊരു കൊമ്പ് ആദ്യം വാളും മറ്റും ഉപയോഗിച്ച് ചെറിയൊരു ദ്വാരമുണ്ടാക്കും. കൊമ്പ് ദ്വാരത്തേക്ക് രക്തക്കുഴിയിലേക്ക് കാഴ്ത്തി ചോര വലിച്ചെടുക്കും. ആദ്യം വാളും കത്തിയും ഉപയോഗിച്ച് ജന്തുവിന്റെ തൊലിപ്പുറമേ ചെറിയൊരു ദ്വാരമുണ്ടാക്കും. പിന്നെ കൊമ്പ് ദ്വാരത്തിലൂടെ രക്തക്കുഴലിലേക്ക് താഴ്ത്തി ചോര വലിച്ചെടുക്കും. അല്ലേ? ഇങ്ങനെയാണ് കൊതുക് രക്തം വലിച്ചെടുക്കുന്നത്. ആൺകൊതുകിന്റെ ഭക്ഷണം എന്താ? ഇലയുടെ ചാറ്. എന്താ? ഇലയുടെ ചാറ്. ഇലയുടെ ചാറ് അല്ലേ? യെസ്. ചെടിയുടെ നീരും അല്ലേ? പൂന്തേനും ചെടിയുടെ നീരും ഊറ്റിയെടുത്താണ് ആൺകൊതുകുകൾ വിശപ്പടക്കുന്നത്. ആ 52-ാമത്തെ പേജിലെ താഴ്ന്ന് മുകളിലേക്ക് 2-ാമത്തെ പാരഗ്രാഫ്, അതിന്റെ താഴത്തെ ലൈൻ കണ്ടു എല്ലാവരും? കണ്ടില്ലേ? പെൺകൊതുകുകൾ വലിയ ആപൽക്കാരികളാണ്. ചോര കുടിക്കാനായി നമ്മെ കുത്തി തുളച്ച് കൊല്ലാക്കൊല ചെയ്യുന്നത് പെൺകൊതുകുകളാണ് എന്നുള്ള പാരഗ്രാഫിലെ ആ അടുത്ത ലൈൻ, പൂന്തേനും ചെടികളുടെ നീരും ഊറ്റിയെടുത്താണ് ആൺകൊതുകുകൾ വിശപ്പടക്കുന്നത്. പൂന്തേനും ചെടിയുടെ നീരും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കൊതുക് ഇരയെ കണ്ടെത്തുന്നത് എങ്ങനെയാ? എങ്ങനെയാ കൊതുക് ഇരയെ കണ്ടെത്തുന്നേ? അതെന്താ സൗണ്ട് വരുന്നേ? ആവണി സന്തോഷിന്റെ അടുത്താണോ? ആരും ടെക്സ്റ്റ് ബുക്ക് വായിച്ചില്ല അല്ലേ? ശരീരത്തിന്റെ ചൂടും ചൂരും തിരിച്ചറിഞ്ഞാണ് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് അല്ലേ? ശരീരത്തിന്റെ ചൂടും ചൂരും മനസ്സിലാക്കിയാണ്
കൊതുകുകൾ ഇരയെ കണ്ടെത്തുന്നത്. എല്ലാവരുടെ അടുത്തും പോവില്ല അല്ലേ? എന്തെങ്കിലും അസുഖത്തിൻ്റെ രോഗാണുക്കൾ നിക്ഷേപം അവിടെ ഉണ്ടെന്ന് കാണുമ്പോൾ അവരുടെ അടുത്ത് കൂടുതൽ പോകും അല്ലേ? രോഗാണുക്കളൊക്കെ നിവസിക്കുന്ന ശരീരമാണെന്ന് മനസ്സിലായാൽ കൊതുകിന് ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവരെ കുത്താൻ. എന്നാലല്ലേ അടുത്ത ആൾക്ക് പാസ് ചെയ്യാൻ പറ്റൂ രോഗം അല്ലേ? കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാ? മന്ത്, മന്ത്, മഞ്ഞപ്പനി, മലമ്പനി, മലമ്പനി, ഡെങ്കി. ഡെങ്കി ഒക്കെ കൊതുക് പരത്തുന്നത് തന്നെ അല്ലേ? കൊതുകുതിരികൾ കൊതുകുകളെ ചെറുക്കുന്നത് എങ്ങനെയാ? കൊതുകിന്റെ ശരീരത്തിൽ ധാരാളം സുഷിരങ്ങളുണ്ട്. അവിടെ അതായത് തിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ രാസവസ്തുക്കൾ കലർന്നിരിക്കും. ഈ കണികകൾ സുഷിരങ്ങളിൽ പറ്റിപ്പിടിക്കും അല്ലേ? പിന്നെ ഈർപ്പവും ഗന്ധവും ചൂടും കൊതുകിന് മനസ്സിലാകാതെ വരും. അങ്ങനെയാണ് കൊതുകുതിരി നമ്മളെ രക്ഷിക്കുന്നത് അല്ലേ? ആ സുഷിരങ്ങളൊക്കെ കൊതുകുതിരിയിൽ നിന്ന് വരുന്ന ആ ഒരു രാസവസ്തു കൊതുകിൻ്റെ സുഷിരങ്ങളൊക്കെ അടക്കും. പിന്നെ മറ്റുള്ളവരുടെ ചൂടും ഇതൊന്നും കൊതുകിന് മനസ്സിലാവാത്ത രീതിയിൽ അതിനെ മാറ്റും. കൊതുകുകളുടെ ജീവിതചക്രം ഒരു ചിത്രമായി വരക്കണം. പറ്റുമോ? ആരാ പറഞ്ഞ പറ്റൂല? നെയ്ഞ്ചൽ ഭയങ്കര ചിത്രകാരിയാണല്ലോ. പിന്നെന്താ നിനക്ക് വരച്ചാല്? നിന്റെ ചിത്രമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. കൊതുകുകളുടെ ജീവിതചക്രം ഒന്ന് വരക്കാൻ ശ്രമിക്കുമോ? നിങ്ങളൊക്കെ നല്ല കലാകാരന്മാരാണെന്ന് എനിക്കറിയാം. എല്ലാവരും വരക്കും. നിങ്ങളുടെ കഴിവുകളൊക്കെ അങ്ങ് പുറത്തെടുക്കേ. വെറുതെ നമ്മളൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരുന്ന ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് അറിയാം, എനിക്ക് ശ്രമിക്കണം എന്നില്ലേ? ശ്രമിക്കുക. മനസ്സിലായോ? ഏത് കാര്യവും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പറ്റാത്ത കാര്യം ഒന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? എനക്കറിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ പിന്നെ ഒന്നും ആകൂല. ആരാ മിസ്സേ വിളിച്ചേ? സായി കൃഷ്ണയാണോ? എന്താ മോനെ? ഇവിടെ തന്നെയാണോ വരക്കേണ്ടത്? ടെക്സ്റ്റ് ബുക്കിലാണോ വരക്കേണ്ടത്? അല്ല, ടെക്സ്റ്റ് ബുക്കിൽ വരക്കേണ്ടപ്പോ ഒരു പുസ്തകത്തിൽ വരച്ചോ, വൈറ്റ് പേപ്പറിൽ എവിടെയെങ്കിലും വരച്ചോ. ടെക്സ്റ്റിൽ ആ വരക്കാൻ മാത്രം സ്പേസ് ഉണ്ടോ? വേണ്ടപ്പാ. നിങ്ങൾക്കാകുന്ന രീതിയിൽ ചിലപ്പോൾ നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല പിക്ചറാവും അല്ലേ? ചിലപ്പോൾ അത്ര നന്നാവണമെന്നില്ല, എങ്കിലും നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ, ചിത്രങ്ങളും കവിതകളൊക്കെ എഴുതാൻ ശ്രമിക്കുക. പറഞ്ഞോളൂ. കൊതുകുകൾ എങ്ങനെയാ ഉണ്ടാവുന്നത്? ആദ്യം എങ്ങനെയായിരിക്കും, പിന്നെ എങ്ങനെയായിരിക്കും? കൊതുകുകളുടെ ആയുസ് അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത്ര സമയത്തിനുള്ളിൽ അവയുടെ ആ രൂപാന്തരം, ജീവിതചക്രം മനസ്സിലായില്ലേ? അതിലിപ്പം നിങ്ങൾക്ക് വിപുലീകരിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. എന്താ, ആരെങ്കിലും കുത്തുന്ന ചിത്രം വരക്കാം അല്ലേ? ഓക്കെ അല്ലേ? പൂക്കളിൽ നിന്ന് പൂന്തേൻ ആൺകൊതുക് ശേഖരിക്കുന്നത് നിങ്ങൾക്ക് വരക്കാം. നമ്മളെ കുത്തുന്ന സീൻ നിങ്ങൾക്ക് വരക്കാം. ഓക്കെ, സമയമുള്ളതിനനുസരിച്ച് ചെയ്യാം. എങ്ങനെ? അത് വരച്ചിട്ട് എഴുതണോന്ന് അതിനെ കുറിച്ച്? എഴുതൊന്നും വേണമെന്നില്ല, അത് എഴുതിയാൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ നോളജ് വരും. കമ്പൽസറി ഇല്ല. ഓക്കെ. പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് കോപ്പി റൈറ്റിംഗ് ഇല്ലേ മക്കളെ? കേസീവ് റൈറ്റിംഗ് ആണോ അല്ല കോപ്പിയാണോ? കോപ്പി ബുക്കല്ലേ? 2 വരെ കോപ്പിയല്ലേ? അപ്പോൾ അതിലെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ, ഇതിലെ ഒരു 2 പാരഗ്രാഫ്, അതൊരു 2 or 3 പേജ് വരും. ആദ്യത്തെ ആ ഒരു 2 പാരഗ്രാഫ് കോപ്പി ബുക്കിൽ എഴുതിയിട്ട് മിസ്സിനൊന്ന് സെൻഡ് ചെയ്ത് തരണം. വേവലാതിക്ക് എഴുതി അങ്ങനെ തരണ്ട, നല്ല നീറ്റായിട്ട് ഒരു 2 ദിവസം എടുത്തോളൂ. എങ്കിലും നല്ല നീറ്റായിട്ട് എഴുതണം. ഒരാൾ പോലും ഒഴിവാകാൻ പാടില്ല, എല്ലാവരും എഴുതണം. മനസ്സിലായോ? അതിലുള്ള ആ ഗ്യാപ്പും കുത്തും കോമയും അക്ഷരത്തിൻ്റെ സ്പേസ് വിടുന്നതും എല്ലാം അതുപോലെ ഉണ്ടാകണം. ഓക്കെ. കോപ്പി ബുക്ക് ഇപ്പോൾ എഴുതലേ ഇല്ലല്ലോ. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്കിനി 13ാമത്തെ ചാപ്റ്റർ എടുക്കണ്ടേ, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇതൊന്ന് വായിച്ചാലോ? ഇതിലിനി വേറൊന്നുമില്ലല്ലോ പറയാൻ?
അല്ല ഒന്ന് വായിച്ചേ. അതുൽ വായിച്ച മോനെ. കുറെ ആബ്സെന്റീസ് ഉണ്ടല്ലോ ഇവിടെ. മിസ് അറ്റൻഡൻസ് രജിസ്റ്റർ ഇവിടെ 5th. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വന്നിട്ടില്ല. പറഞ്ഞോളൂ. ഇവിടെ ഇപ്പം എത്ര അറ്റൻഡൻസ് കിട്ടു? 8 പേരേ ഉള്ളൂ അല്ലേ? സായി കൃഷ്ണ, അതുൽ, ആവണി. ഞാൻ പേര് വിളിക്കാത്തവരുണ്ടെങ്കിൽ എന്നോട് പറയണം. ആവണി, സന, മുഹമ്മദ് കെ ഇപ്പൊ കയറിയതേ ഉള്ളൂ അല്ലേ? എന്താ മുഹമ്മദ് സമയമൊന്നും ഓർമ്മയില്ല? റിഹാൻ, ലക്ഷ്മിപ്രിയ, ജോസി. എട്ട് പേരല്ലേ ഉള്ളൂ. ഏഞ്ചൽ, ഓക്കെ. അദ്വൈത്, സോറി എഡ്വിൻ. 10 പേരല്ലേ? സോറി ഗ്രേസ്. എന്താ ഗ്രേസ് മിണ്ടാത്തെ? ഞാനും കൂടി ഉണ്ട് മിസ്സേന്ന് പറയണ്ടേ? ഗ്രേസ് 11, ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 16 കുട്ടികളല്ലേ ഉള്ളതല്ലേ? 10 പേര്, 6 പേര് ആബ്സെന്റ്. ഓക്കെ, ആരാ ആദ്യം വായിക്കുന്നേ? റിഹാൻ വായിച്ച മോനെ. റിഹാൻ എന്നോട് കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാൻ പറഞ്ഞിട്ട് ടൈം ഇല്ലാണ്ട് അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ. റിഹാൻ ഫസ്റ്റില് വായിക്കേ, അതിനുശേഷം ജോസിയെ കൊണ്ട് വായിപ്പിക്കാം. റിഹാൻ റിഹാൻ ഉറക്ക വായിച്ച മോനെ. റിഹാൻ. സന്ധ്യാദീപങ്ങൾ. പാഠം 12. വിൽക്കാനുണ്ട് രോഗങ്ങൾ. സന്ധ്യാദീപങ്ങൾ പ്രകാശിച്ചു തുടങ്ങിയപ്പോൾ അയാൾ ആ വീട്ടിലെത്തിയത്. അപ്പോൾ ഗൃഹനാഥൻ കതക് തുറന്നിട്ട് പറഞ്ഞു, വേഗം അകത്തു കയറൂ അമ്മാവ. എന്താ മോളെ കുഴപ്പം? അയാൾ അമ്പരപ്പോടെ ചോദിച്ചു. വാതിലടച്ച് ജനൽ കർട്ടനുകൾ വലിച്ചുട. എന്തായി എബൽ, ഇത്രയും സമയം ലേറ്റായേ? ഏബൽ ബിനോയ്, ശരിക്കും ആണോ? ഓക്കെ, വായിച്ചോ നീ റിഹാൻ. ആ വീട്ടിൽ മറുപടി നൽകി. ഒന്നും പറയേണ്ടമ്മാവ. ഇവിടെ മുഴുവൻ കൊതുകുകളാ. കുഞ്ഞു കുത്തിക്കൊല്ലുന്ന കൊതുകുകൾ. ഓക്കെ, ജോസി നെക്സ്റ്റ്. ജോസി വായിച്ച്. റിഹാൻ സ്റ്റോപ്പ്. കൊതുക് ശല്യം ഇവിടെ എന്നും ഒരു ചർച്ചാ വിഷയമാണ്. പട്ടണങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും സന്ധ്യമാകുന്നതോടെ കൊതുക് പട്ടാളത്തിന്റെ പടയോട്ടം ആരംഭിക്കുകയായി. കൊതുകുകൾ ഭൂമിയിൽ നിവസിക്കാൻ തുടങ്ങിയിട്ട് 3 കോടി വർഷങ്ങളായെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ചെറിയൊരു നെന്മണിയുടെ വലുപ്പം പോലും ഇല്ലെങ്കിലും മാരക രോഗങ്ങൾ വഹിക്കുന്ന ഭീകര പ്രവർത്തനമാണ് കൊതുകുകൾ ചെയ്യുന്നത്. രക്തക്കൊതി തീർക്കുന്നതിനിടയിൽ ഈ അണുക്കളെ എല്ലാം ഇവ മനുഷ്യരിലേക്ക് കടത്തിവിടുന്നു. ചരിത്രത്തിലെ എല്ലാ യുദ്ധത്തിലും കൂടി ഇന്ന് വരെ മരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ കൊതുക് ശല്യം കൊണ്ട് മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. സ്വന്തം ശരീരത്തിന്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഇരകളെ ആക്രമിക്കാനുള്ള മാരക ആയുധങ്ങളുമായിട്ടാണ് കൊതുകുകളുടെ പരക്കൽ.
2 കത്തികൾ, വലിയ ഒരു സിറിഞ്ച്, 2 അറക്കവാളുകളും എന്നിവയെല്ലാം കയ്യിലുണ്ട്. ആദ്യം വാളും കത്തിയും ഉപയോഗിച്ച് ജന്തുവിന്റെ തൊലിപ്പുറമെ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കും. പിന്നെ കൊമ്പ് ദ്വാരത്തിലൂടെ രക്തക്കുഴലിലേക്ക് താഴ്ത്തി ചോര വലിച്ചെടുക്കും. ഏബൽ ബിനോയ്. ചെടുക്കും. രക്തം എടുക്കാൻ തുടങ്ങും. മുമ്പേ അതിന്റെ ഉമിനീര് പുറത്തേക്ക് ഒഴുക്കിവിടും. ഈ ഉമിനീരിലൂടെയാണ് രോഗാണുക്കൾ രക്തത്തിൽ അലിഞ്ഞു ചേരുന്നത്. അല്ലല്ല, അലിഞ്ഞു ചേരലെന്നാണ് അവിടെ. കലരുന്നത്. ഉമിനീരിലെ രാസവസ്തുക്കളും കൊതുകടി നമ്മൾക്ക് ആദ്യമേ അറിയാൻ കഴിയില്ല. അവന് ഇവിടെ നിന്ന് ജനിച്ചു വളർന്നല്ല, അതുകൊണ്ടാണ് കേട്ടോ. അല്ലേ ബലെ? അറിയാൻ കഴിഞ്ഞില്ല. നിങ്ങൾ കണ്ടോ? അറിയാൻ കഴിയില്ല. നിങ്ങൾ കണ്ടോ? ഒരാഴ്ച കൊണ്ട് ഏബല് വെള്ളം പോലെ മലയാളം വായിക്കുന്ന ലെവല്. അടുത്ത പേരെങ്ങനെ കൊണ്ട് വായിക്ക്. ചാലഞ്ച് തന്നെ. വായിക്കാൻ കിട്ടുന്നില്ല. വായിച്ചോണ്ടിരിക്കുമ്പോ കിട്ടൂലോ. അത് നമുക്ക് കളയാം. ചിഹ്നങ്ങളൊന്നും ഇനി വേണ്ടെന്ന് പറയാ. തൽക്കാലം ഇപ്പൊ വായിക്കല്ലേ. കടിക്കാൻ കൊതുകിന് പല്ലില്ലല്ലോ. നീ ചുമ്മാ ഇങ്ങനെ ഗസ് ചെയ്ത് വായിക്കുകയാണല്ലേ. അത് കടിക്കുകയല്ലോ. അയ്യോ, വെയിറ്റ്. അല്ല, കടിക്കാൻ കൊതുകിന് പല്ലുകൾ എവിടെയെന്നാണ് നമ്മളെല്ലാം പുസ്തകത്തില്. നിന്റെ പുസ്തകത്തിൽ എന്താ? കടിക്കാൻ കൊതുകിന് പല്ലുകൾ എവിടെ? പല്ലുകൾ എവിടെ? അത് കുത്തുകയല്ലേ ചെയ്യുന്നത് എന്ന് പലരും ചോദിക്കും. ഹലോ, ചോദിച്ചേക്കാം. ശരിയാണത്. കൊതുകുകൾ തുളയ്ക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും നമ്മൾ കൊതുക് കടിച്ചു എന്നേ പറയാറുള്ളൂ.
കൊതുകിന്റെ മൂളിപ്പാട്ടും മൂളിപ്പാട്ടും പ്രസിദ്ധമാണ്. പക്ഷേ അവൻ യഥാർത്ഥത്തിൽ പാടുകയാണോ? ഒരിക്കലുമല്ല. തേനീച്ചയുടെ മുരളൽ പോലെ കൊതുകുകളുടെ അതിവേഗത്തിലുള്ള ചിറകടിയുടെ ശബ്ദമാണ് നമുക്ക് മൂളിപ്പാട്ടായി അനുഭവപ്പെടുന്നത്. ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ 1000 തവണ വരെ കൊതുകുകൾ ചിറകടിക്കാറുണ്ട്. റിഹാൻ, എന്താ അവിടെ പണി? മിസ്, ഞാൻ വായിക്കാം. ഇനി എഡ്വിൻ വായിച്ച മോനെ. മിസ്, ഞാൻ വായിക്കാം. മിസ് എന്നല്ലോ ജോസി കഴിഞ്ഞിട്ട് എന്നോടാ വായിക്കാൻ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞേ. എഡ്വിൻ. പെൺകൊതുകുകൾ വലിയ ആപൽക്കാരികളാണ്. ചോര കുടിക്കാനായി നമ്മെ കുത്തിത്തുളച്ച് കൊല്ലാകൊല ചെയ്യുന്നത് പെൺകൊതുകുകളാണ്. പൂന്തേനും ചെടികളുടെ നീരും ഊറ്റിയെടുത്താണ് ആൺകൊതുകുകൾ വിശപ്പടക്കുന്നത്. ദോഷം പറയരുതല്ലോ. പെൺകൊതുകുകൾ ചോര കുടിക്കുന്നത് മുട്ടകൾ വിരിയിക്കാൻ ആവശ്യമായ ഭക്ഷണവും ഏഞ്ചൽ, എന്തിനാ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നേ? ഫോൺ അവിടെ തൊട്ടോണ്ടിക്കണ്ട. ഓക്കെ, വീഡിയോ വെച്ച് എവിടെ ഇരുന്നേ? ഗ്രേസ് വായിച്ചേ. ഭക്ഷണവും ലഭിക്കാനാണല്ലോ. സ്വന്തം ഭാരത്തിന്റെ 3-4 ഇരട്ടി രക്തം അകത്താക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. ആൺകൊതുകിന്റെ ജീവിതം ഏറിയാൽ 7-8 ദിവസമേ ഉള്ളൂ. എന്നാൽ പെൺകൊതുകുകൾ 1 മാസത്തോളം ജീവിക്കും. അതിനകം ഈ മൂളിയലങ്കാരി 3000 മുട്ടകൾ ഇട്ടിട്ടുണ്ടാകും. വേനൽക്കാലത്ത് 10 ദിവസം മതി അതിനു എന്തിനു പോന്നൊരു കൊതുക് സമാധി കഴിഞ്ഞു പുറത്തു വരാൻ. മലമ്പനി, മഞ്ഞപ്പനി എന്നിങ്ങനെ മരണം വിതയ്ക്കുന്ന രോഗങ്ങളുടെ മൊത്ത വിതരണക്കാരാണ് കൊതുകുകൾ എന്ന് പറയേണ്ടതില്ലല്ലോ. ശരീരത്തിന്റെ ചൂടും ഏഞ്ചൽ. ശരീരത്തിന്റെ ചൂടും ചൂരും തിരിച്ചറിഞ്ഞാണ് കൊതുക് ഇരയെ കണ്ടെത്തുന്നത്. നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മുഖ്യ ആകർഷണ ഘടകം. കൊതുകു തിരികൾ ചെയ്യുന്നത് ഇവൾ വരുന്ന വഴി മുടക്കുകയാണ്. കൊതുകിന്റെ ശരീരത്തിൽ ധാരാളം സുഷിരങ്ങളുണ്ട്. തിരി കത്തുമ്പോഴുള്ള പുകയിൽ രാസവസ്തുക്കൾ കലർന്നിരിക്കും. ഈ കണികകൾ സുഷിരങ്ങളിൽ പറ്റിപ്പിടിക്കും. പിന്നെ ഈർപ്പവും ഗന്ധവും ചൂടും കൊതുകിന് മനസ്സിലാകാതെ വരുന്നു. ശാസ്ത്രം സംഭാവന ചെയ്ത ഈ രക്ഷയുമായി
നമ്മൾ ഉറങ്ങുമ്പോൾ മുറിയിലെങ്ങാൻ കയറി വന്നാൽ ഇവൾ ഉടൻ പറക്കും. ചിറകിലൊരു മഞ്ഞപ്പനിയുടെ മൂളിപ്പാട്ടുമായി, തലയിൽ ഒരു മാരക രോഗം പകർത്തും സൂചിയുമായി. ഓക്കെ, ലക്ഷ്മി പ്രിയ വായിച്ചപ്പോൾ ആ താഴെയില്ല പാട്ട് വായിച്ചേ. മൂളി മുരണ്ടു വരുന്നല്ലോ മൂളി അലങ്കാരി, മുണ്ടും പണിയും വിൽക്കാനെത്തിയ മൂളി അലങ്കാരി. ഇവളെ അകത്തു കയറ്റിപ്പോയാൽ വീട് മുടിഞ്ഞിടും, ഇവൾക്കു താവളമേകിപ്പോയാൽ നാട് മുടിഞ്ഞിടും. ഓക്കെ, അപ്പോൾ എല്ലാവരും, അതായത് ഇപ്പോൾ ഏബൽ ഈ പാഠം മൊത്തം വായിച്ച് മിസ്സിന് ഒരിക്കൽ ഓഡിയോ ഇട്ട് തരണം, നല്ല ക്ലിയർ ആയിട്ട്. അപ്പോൾ ക്ലിയറായി വായിക്കണം, ഒരു 3 പ്രാവശ്യം ഇരുന്ന് വായിക്കണം, എന്നാൽ ക്ലിയർ ആവും. റെഡിയാണോ? ആന്ന് പറ, പറ്റുമോ? ആ, ഏബൽ. ബാക്കി അത്യാവശ്യം വായിക്കാൻ കിട്ടാത്തവരില്ല, കുഴപ്പമില്ല. ഏബലിന് ഓക്കെ ആണ്, പക്ഷെ കൂട്ടി വായിക്കാൻ ലേശം വിഷമം. അപ്പം എന്താ അതിനുള്ള മരുന്ന് എന്താണെന്നറിയോ? വായന തന്നെയാണ്. വായിച്ചുകൊണ്ടിരിക്കും. നീ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് ഒരു 5 പ്രാവശ്യം വായിക്കുക, ഒറ്റയ്ക്ക് തന്നെ. മനസ്സിലായോ? ഏബൽ കേൾക്കുന്നുണ്ടോ? ആ ഒരു പാരഗ്രാഫ് തന്നെ വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ സെക്കൻഡ് പാരഗ്രാഫ് നിനക്ക് സ്പീഡിൽ തന്നെ കിട്ടും. മനസ്സിലായോ? ആ ഒരു പാരഗ്രാഫ് ഒരു 5 6 പ്രാവശ്യം വായിച്ചിങ്ങനെ തള്ളും. ഓക്കെ, നമ്മൾ വായന ബെറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വായിക്കന്നെ ചെയ്യണം, അല്ലേ? വായിച്ചുകൊണ്ടിരുന്നാൽ ഓക്കെ ആകും. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതിലുള്ള വർക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിനി നോട്ട് എഴുതാനുണ്ടല്ലോ. ഓക്കെ, ചെയ്യാം. മിസ് നോട്ട് ഇട്ട് തന്നാൽ എഴുതണം, നോട്ട്ബുക്കിലേക്ക് എല്ലാവരും ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. ഓക്കെ, വെൽക്കം. താങ്ക് യു മിസ്. ഓക്കെ.